വെൽക്കം ടു സൈലം ബാങ്കിങ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു നോട്ടിഫിക്കേഷൻ? ശരിക്കും നമ്മൾ IBPSന്റെ റിവൈസ്ഡ് കലണ്ടർ വന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ആദ്യം IBPS PO ആണ്, അതിനുശേഷം IBPS ക്ലർക്ക്, അതിനുശേഷം മാത്രമേ RRB ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ SBI POയുടെ റിസൾട്ട് വന്ന് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അല്ലെ. SBI POയുടെ റിസൾട്ട് കംപ്ലീറ്റ്ലി വന്നതിന് ശേഷം വളരെ പെട്ടെന്നാണ് SBI POയുടെ 2025 നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര ലാഗ് ആകില്ല, നേരത്തെ വരും. പക്ഷെ ഇതങ്ങ് വളരെ പെട്ടെന്നായിപ്പോയി അല്ലെ. എന്തായാലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. ഇതേപോലെ തന്നെ ഇനിയും SBI ക്ലർക്കും ഉടനെ കാണുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. സോ SBI POയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് SBI POയുടെ എക്സാം പാറ്റേൺ എന്താണ്, ആർക്കൊക്കെയാണ് SBI PO അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നോട്ടിഫിക്കേഷന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സാം പാറ്റേണിന്റെ കാര്യം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. യെസ്, ആദ്യം തന്നെ നമ്മളുടെ SBI PO അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് 24 മുതൽ, ശ്രദ്ധിക്കണേ, 24 മുതൽ, അതായത് ഈ മാസം ജൂൺ 24 മുതൽ ജൂലൈ 14 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ സൈറ്റ് എന്ന് പറയുന്നത് SBI വെബ് കരിയേഴ്സ് കറന്റ് ഓപ്പണിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് SBI സൈറ്റ് ത്രൂ എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേക്കൻസി ആണ്. എത്ര വേക്കൻസി ഉണ്ട്, നമ്മൾ ഏതൊരു റിക്രൂട്ട്മെന്റ് വിളിച്ചാലും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറണ്ട് ഓപ്പണിംഗ് വന്നാലും നമ്മൾ നോക്കുന്നത് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ടോട്ടൽ 541 വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. അതിൽ SC 75, ST 37, OBC 135, EWS 50 ആൻഡ് അൺറിസർവ്ഡ് 203 വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 500 ആൻഡ് ബാക്ക്ലോഗ് വേക്കൻസീസ് ഒരു 41 ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 541 വേക്കൻസി ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് CBOയും നല്ലൊരു വേക്കൻസി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കുറെ പേർക്ക് വേക്കൻസി കുറവാണോ, അങ്ങനെയൊന്നും നമ്മൾ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഓക്കെ, പിന്നെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആപ്ലിക്കേഷൻ എന്ന് തൊട്ട് എന്ന് വരെ അയക്കാം, നമ്മുടെ പ്രിലിംസിന്റെ ഡേറ്റ് എന്നായിരിക്കും, മെയിൻസിന്റെ ഡേറ്റ് എന്നായിരിക്കും, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇവിടുത്തെ കേസിൽ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു 24/6/2025 ജൂൺ 24 മുതൽ ജൂലൈ 17 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ദെൻ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കാൻ പറ്റുന്നതും അതേ ഡേറ്റിൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനായിട്ട് പറ്റില്ല. ഇനി നോക്കിക്കേ, ഡൗൺലോഡ് ഓഫ് പ്രിലിമിനറി എക്സാമിനേഷൻ കോൾ ലെറ്റേഴ്സ്, ദാറ്റ് മീൻസ് എക്സാം, അല്ലെങ്കിൽ പ്രിലിംസ് എക്സാം എപ്പോഴത്തേക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നോക്കിക്കേ, 3rd or 4th വീക്ക് ഓഫ് ജൂലൈ ഓൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ ജൂലൈ ലാസ്റ്റോട് കൂടിയിട്ട് അഡ്മിറ്റ് കാർഡ് വരും. അപ്പോൾ ഓൾമോസ്റ്റ് ഓഗസ്റ്റിൽ എന്തുണ്ടാകും, നമ്മളുടെ പ്രിലിംസ് ഉണ്ടാകും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ജൂലൈ ഓർ ഓഗസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ ജൂലൈ ലാസ്റ്റ് വീക്ക് ആകാം, അല്ലെങ്കിൽ ഓഗസ്റ്റ് 1st or 2nd വീക്ക് ആകാം, നമുക്കറിയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും നമ്മൾ എക്സാം പ്രതീക്ഷിക്കേണ്ടത്. ദെൻ റിസൾട്ട് ഓഫ് പ്രിലിമിനറി എക്സാമിനേഷൻ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ഉണ്ടാകും. ദെൻ ഡൗൺലോഡ് ഓഫ് മെയിൻസ് എക്സാമിനേഷൻ കോൾ ലെറ്ററും ഓഗസ്റ്റ് ഓർ സെപ്റ്റംബറിൽ തന്നെയാണ്. ദാറ്റ് മീൻസ് ഫേസ് 2 ഓൺലൈൻ എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ വരുന്ന മാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. ദാറ്റ് മീൻസ് സെപ്റ്റംബറിൽ മെയിൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ PO ആയതുകൊണ്ട് തന്നെ നമുക്ക് 4 കടമ്പയാണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, സൈക്കോമെട്രിക് ടെസ്റ്റ്, ഇതിന്റെ കാര്യമെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതേപോലെ നോക്കിക്കേ, മെയിൻസിന്റെ റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിലായിരിക്കും. ദെൻ ഫേസ് 3 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇന്റർവ്യൂ ആണ്, അതും ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മന്തിലായിരിക്കും. ദെൻ ഗ്രൂപ്പ് എക്സസൈസസ് ആൻഡ് ഇന്റർവ്യൂവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഫൈനൽ റിസൾട്ട് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ ഉണ്ടാകും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു SBI PO ആകാൻ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നവംബർ അല്ലെങ്കിൽ ഡിസംബർ വരുമ്പോൾ നിങ്ങളൊരു SBI PO ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആദ്യം ഏജ് ലിമിറ്റ് എത്രയായിരിക്കണം നോക്കാം. നമുക്ക് മിനിമം 21 ഇയേഴ്സും മാക്സിമം 30 ഇയേഴ്സും ആയിരിക്കണം. അപ്പൊ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഡേറ്റ് വെച്ചാണ് എന്ന് ഇവരുടെ വ്യക്തമായി പറയുന്നുണ്ട്. ആസ് ഓൺ 1/4/2025
പിന്നെ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ഏജ് ലിമിറ്റ് 21 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഏതൊക്കെ ഡേറ്റ് ഓഫ് ബർത്തിന് ഇടയിലായിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നുണ്ട്. 1/4/2004 അതേപോലെ തന്നെ 2/4/1995 ഇടയിലായിരിക്കണം. ആൻഡ് ഓൾസോ ഈ രണ്ട് ഡേറ്റും ഇൻക്ലൂസീവ് ആണ്. സോ ഇതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേപോലെ ഓരോ കാറ്റഗറി വൈസ് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST ആണെങ്കിൽ 3 കൊല്ലം, SC/ST ആണെന്നുണ്ടെങ്കിൽ 5 കൊല്ലം, അതേപോലെ PWBD ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ അൺറിസർവ് DWS ആണെങ്കിൽ 10 കൊല്ലം, OBC ആണെങ്കിൽ 13 കൊല്ലം, SC/ST ആണെങ്കിൽ 15, ദെൻ എക്സ് സർവീസ് ആണെങ്കിൽ 5 years. അപ്പൊ അതായത് കാറ്റഗറി വൈസ് നോക്കുക നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. വേറെ കാര്യമൊന്നുമില്ല. ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും ഡിഗ്രിയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷന്റെ ഡേറ്റ് നോക്കുന്നത് 30/9/2025 ആണ്. പക്ഷെ ഒരു കാര്യം ഇവർ എടുത്തു പറയുന്നുണ്ട്, ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷന്റെ സമയത്തേക്ക് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിലേക്ക്, ഇന്റർവ്യൂവിന്റെ ടൈമിലേക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അതാണ് ഇവർ ഇവിടെ പറയുന്നത്. ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഗ്രാജുവേഷൻ എക്സാമിനേഷൻ ഓൺ ഓർ ബിഫോർ 30/9/2025 ഇതാണ് നമ്മളോട് പറയുന്നത്. ഇതാണ് ഡേറ്റ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചോളുക. ഇനിയിപ്പോ ചിലർക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റ് കൊടുക്കേണ്ടി വരും, ഡേറ്റ് ഓഫ് പാസിംഗ് കൊടുക്കേണ്ടി വരും. ചിലർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, ആ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് കൊടുക്കാം. ചിലർക്ക് റിസൾട്ട് വന്നിട്ടേ ഉണ്ടായിരിക്കുള്ളൂ. അവർക്ക് എന്നാണോ റിസൾട്ട് വന്ന ഡേറ്റ് ആ ഡേറ്റ് കൊടുത്താൽ മതിയാകും, പ്രശ്നമില്ല. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അപ്പിയറിംഗ് എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. പക്ഷേ ഇന്റർവ്യൂവിന്റെ ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് അയക്കാൻ പാടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അയച്ച ആപ്ലിക്കേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക? അവർ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ അയക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക, തെറ്റൊന്നും വരുത്താതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് കോൾ ലെറ്റർ കിട്ടുമല്ലോ, നമുക്കൊരു അഡ്മിറ്റ് കാർഡ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പ്രിലിംസ് എഴുതാൻ പോവുക. ഈ പ്രിലിംസ് എഴുതാൻ പോകുന്ന അഡ്മിറ്റ് കാർഡ് അവിടെ നിന്ന് ആരും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെക്കില്ല. പക്ഷെ നമ്മൾ പ്രിലിംസ് കിട്ടി മെയിൻസ് എഴുതാൻ പോകുമ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പ്രിലിംസിന് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ സൂക്ഷിക്കുക. പ്രിലിംസ് കഴിയുമ്പോഴും അത് സൂക്ഷിച്ചു വെക്കുക. നമുക്ക് മെയിൻസിന്റെ കോൾ ലെറ്ററിന്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ഈ പ്രിലിംസിന്റെ അഡ്മിറ്റ് കാർഡ് കൂടെ കൊണ്ടുപോകേണ്ടി വരും. നമ്മൾ പട്ടം പറത്തിയോ അല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി പൊതിഞ്ഞൊന്നും കളയാതെ ഇരിക്കുക. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. നമുക്ക് മെയിൻസിന് പോകുമ്പോൾ പ്രിലിംസിന്റെ അഡ്മിറ്റ് കാർഡ് എന്തായാലും നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇനി എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സിബിൽ സ്കോർ. നമ്മുടെ ബാങ്ക് എക്സാംസിൽ എപ്പോഴും സിബിൽ സ്കോറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, നമുക്കൊരു ഡീസന്റ് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ EMI എന്തെങ്കിലും അടയ്ക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ കൃത്യസമയത്ത് അടയ്ക്കുന്നുണ്ടോ നമ്മുടെ സിബിൽ സ്കോർ ബാധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ജോയിനിങ് ടൈമിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങൾ പേയ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ കൃത്യസമയത്ത് നിങ്ങൾ തിരിച്ചടയ്ക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങളത് പ്രോപ്പർ ആക്കുക. അതാണ് കാര്യം. അവരെടുത്ത് പറയുന്നുണ്ട്. നോക്കിക്കേ, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ചെക്ക് ഓർ കൺഫേം ദിസ് സിബിൽ സ്കോർ ഓർ സ്റ്റാറ്റസ് ഓഫ് ദിസ് സിബിൽ സ്കോർ ബിഫോർ അപ്ലൈങ്. നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ജോയിനിങ് ടൈം ആകുമ്പോഴത്തേക്കിന് എല്ലാം പ്രോപ്പർ ആയിരിക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് ബാങ്ക് എക്സാംസിന്റെ കേസ് വരുമ്പോഴത്തേക്കിന് സിബിൽ സ്കോറിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അടവുകൾ എന്തെങ്കിലും നിങ്ങൾ മുടക്കമൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആക്കുക. ഇനി നമുക്ക് കാറ്റഗറി കൊടുക്കാൻ പറ്റുമല്ലോ. ഇപ്പം നമ്മൾ അൺറിസർവ്ഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ OBC ആണോ അല്ലെങ്കിൽ നമ്മൾ SC/ST ആണോ നമ്മൾ EWS ആണോ എന്താണോ നമ്മുടെ കാറ്റഗറി അത് തെറ്റാതെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം പിന്നെ ഒരു കാറ്റഗറി ചേഞ്ച് അവർ അനുവദിക്കത്തില്ല. അതിപ്പം ഏത് കാറ്റഗറി ചേഞ്ച് ആണെങ്കിലും, ഇപ്പം അൺറിസർവ്ഡിൽ നിന്ന് റിസർവ്ഡിലേക്കാണെങ്കിലും തിരിച്ചാണെങ്കിലും ഒന്നും അവർ അങ്ങനെ ഒരു റിക്വസ്റ്റ് അവർ കൺസിഡർ ചെയ്യത്തില്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. Once a candidate has chosen OBC category, no request shall be entertained for change to unreserved or other reserved category. നമ്മൾ ഏത് കാറ്റഗറി ആണോ അത് കറക്റ്റായിട്ട് തെറ്റാതെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീടുള്ള ഒരു ചേഞ്ച് അവർ എന്ത് ചെയ്യത്തില്ല? അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതെന്താണെങ്കിലും. ഇവിടെയും പറയുന്നുണ്ട്, നോ റിക്വസ്റ്റ് ഷാൽ ബി എന്റർടൈൻ ഫോർ ദി ചേഞ്ച് ടു അൺറിസർവ്ഡ് ഓർ അതർ റിസർവ്ഡ് കാറ്റഗറി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക.
ഇനിയും നമ്മളിപ്പോൾ OBC കാറ്റഗറി നമ്മൾ കൊടുത്തു. അപ്പോൾ OBCയിൽ തന്നെ ക്രീമി ലെയറും ഉണ്ട്, നോൺ ക്രീമി ലെയറും ഉണ്ട് അല്ലേ. അപ്പോൾ ക്രീമി ലെയർ ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും റിസർവേഷൻ കിട്ടില്ല. അത് നമുക്ക് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ബട്ട് നോൺ ക്രീമി ലെയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ ക്രീമി ലെയർ എന്ന് തന്നെ കൊടുക്കുക. OBC നോൺ ക്രീമി ലെയറിലാണ് നമുക്ക് റിസർവേഷൻ കിട്ടുക. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അതിന് ഡേറ്റ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, April 1, 2025. നോക്കിക്കേ, ദി OBC കാൻഡിഡേറ്റ് ക്ലെയിമിംഗ് റിസർവേഷൻ അണ്ടർ OBC കാറ്റഗറി മസ്റ്റ് പ്രൊഡ്യൂസ് OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ April 1, 2025. അതിനുശേഷമുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാത്രമായിരിക്കും അവർ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ റിക്വസ്റ്റ് ഫോമിലുള്ള മീൻസ് ആ കൺസേൺഡ് ഫോമിലുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, ആ ഒരു ടൈമിലേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, ദാണ്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, OBC candidates coming in creamy layer are not entitled to OBC reservation. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ക്രീമി ലെയറിലുള്ളവരെ ഒരിക്കലും OBC റിസർവേഷനിൽ കണക്കാക്കില്ല. നോൺ ക്രീമി ലെയർ ഉള്ളവർ മാത്രമാണ് എന്ത് ചെയ്യുക, OBC റിസർവേഷനിൽ കണക്കാക്കുക. ഇതേണ്ട ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ. If a candidate failed to produce OBC certificate in the format prescribed by the Government of India on the date of document verification സമയത്ത് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ interview candidate will not be allowed to attend the interview and will not be considered for the appointment in the bank. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യും, ഇപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. സോ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനി സെലക്ഷൻ പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് ഒരു SBI PO നമുക്ക് ആകാൻ പറ്റുക? ഇപ്പൊ തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്ക് ആദ്യത്തെ കടമ്പ ദി സെലക്ഷൻ ഓഫ് ദി പ്രൊബേഷണറി ഓഫീസർ വിൽ ബി ഡൺ ത്രൂ 3 phase പ്രോസസ്. 3 ഫേസ് ആണ് നമുക്ക്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് പ്രിലിംസ് എക്സാം ആണ്, പ്രിലിമിനറി എക്സാം ആണ്. നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന് ടോട്ടൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 1 hour ടൈം ആയിരിക്കും കിട്ടുക. നമുക്ക് 3 സബ്ജക്റ്റ് മാത്രമാണ് പ്രിലിംസിനുള്ളത്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, ഇവിടെ പ്രിലിംസിന് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഇംഗ്ലീഷിനാണ്. 40 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എത്ര മിനിറ്റിൽ ചെയ്യേണ്ടത്, 20 മിനിറ്റിൽ ചെയ്യേണ്ടത്. നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ് വൺ, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 30 ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 20 മിനിറ്റും, റീസണിങ്ങിന് 30 ക്വസ്റ്റ്യനും 20 മിനിറ്റും. ഇപ്പോൾ 3 സബ്ജക്റ്റ് മാത്രമാണ് പ്രിലിംസിന് ഉണ്ടാകുക, കൂടുതൽ വെയിറ്റേജ് ഇംഗ്ലീഷാണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പിന്നെ എടുത്തു പറയുന്നുണ്ട്, there will no sectional cutoff in the preliminary examination. പ്രിലിംസിന് എന്തില്ല, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല SBIക്ക്. നമ്മുടെ SBI ക്ലർക്കിനും ഇല്ലായിരുന്നല്ലോ, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. മീൻസ് ഇംഗ്ലീഷിന് ഇത്ര മാർക്ക് മേടിക്കണം, ക്വാണ്ടിന് ഇത്ര മാർക്ക് മേടിക്കണം, റീസണിങ്ങിന് ഇത്ര മാർക്ക് മേടിക്കണം എന്ന ക്രൈറ്റീരിയ ഇല്ല. അസ് എ ഹോൾ ബാങ്ക് എത്രയാണോ കട്ട് ഓഫ് വെക്കുന്നത് അത് ടോട്ടൽ 3 സബ്ജക്റ്റിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത്രയും മാർക്ക് വാങ്ങിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറയാം, പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് ഫേസ് 2 എന്ന് പറയുന്നത് മെയിൻസ് എക്സാം ആണ്. നമുക്കറിയാം പ്രിലിംസിന് 3 സബ്ജക്റ്റ് ആണെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ 4 സബ്ജക്റ്റ് വരും. നമ്മുടെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസിന്റെ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻസിലാണ്. ഇതും ഓൺലൈൻ മോഡ് തന്നെയാണ്, അതറിയാലോ. നമ്മൾ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും എല്ലാം CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ എക്സാം ആണ്, എല്ലാം റിട്ടൺ എക്സാം അല്ല. ഓൺലൈനിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുകയാണ് ആൻസേഴ്സ്. ഓൺലൈൻ മോഡാണ്. നമുക്ക് ഒബ്ജക്റ്റീവ് എത്ര മാർക്കാണ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഫോർ 200 മാർക്ക്, 200 മാർക്കിനാണ് നമ്മളുടെ മെയിൻസ് വരിക. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 50 മാർക്കിനുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്ന് നോക്കാം. ഇവിടെ വേണ്ട റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം. കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതേ ഉള്ളൂ, പക്ഷെ കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ചോദിക്കാറില്ല. മെജോറിറ്റി ക്വസ്റ്റ്യൻസും എന്ത് തന്നെയാണ്, ഓൾമോസ്റ്റ് ഫുൾ ക്വസ്റ്റ്യൻസും റീസണിങ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കമ്പ്യൂട്ടർ സെപ്പറേറ്റ് വരെ നമുക്ക് RRBക്കാണ്. ഇവിടെ റീസണിങ് 40 ക്വസ്റ്റ്യൻ 60 മാർക്കുണ്ട്, കിട്ടുന്ന ടൈം 50 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമ്മളുടെ മാത്സ് ആണ്. അവിടെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് 30 ക്വസ്റ്റ്യനേ ഉള്ളൂ, 60 മാർക്ക്, 45 മിനിറ്റ്. ദെൻ ജനറൽ അവയർനെസ് ഓർ എക്കണോമി ഓർ ബാങ്കിങ് അവയർനെസ്, നമ്മളുടെ കറണ്ട് അഫയേഴ്സ് തന്നെ, ബാങ്കിങ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ്, അത് 60 ക്വസ്റ്റ്യൻ 60 മാർക്ക് 45 മിനിറ്റ്. ശ്രദ്ധിക്കണേ, 60 ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിനുണ്ട്, 60 ക്വസ്റ്റ്യൻ
ശ്രദ്ധിച്ച് നോക്കിക്കുക, അത്രയും വെയിറ്റേജ് ആർക്കുണ്ട്? കറണ്ട് അഫേഴ്സിനുണ്ട് ശരിക്കും അല്ലെ. റീസണിങ്ങിനും 60 മാർക്ക് 40 ക്വസ്റ്റ്യൻ ഉണ്ടെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇംഗ്ലീഷിന് 40 ക്വസ്റ്റ്യൻ 20 മാർക്ക് 40 മിനിറ്റ്. ഇതാണ് നമ്മളുടെ ടൈം ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. ഇതിന് ശേഷം ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 170, മാർക്ക് 200 വരും. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അതിനുശേഷം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടായിരിക്കും. നമുക്ക് 50 മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരിക. നമുക്ക് ഇമെയിൽ ഉണ്ടായിരിക്കും, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് അല്ലെങ്കിൽ പ്രിസൈസ് റൈറ്റിംഗ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്. അപ്പോൾ അത് 50 മാർക്കിനുണ്ടായിരിക്കും. എത്ര ടൈമാണ് നമുക്ക് കിട്ടുക? 30 മിനിറ്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതേണ്ട ഇവിടെ ഇമെയിൽ കമ്പൽസറി 1 ഔട്ട് ഓഫ് 2 ഓപ്ഷൻസ്. ഇതേണ്ട ഒരെണ്ണം എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം. അതേണ്ട റിപ്പോർട്ടും അതേപോലെ തന്നെ കമ്പൽസറി 1 ഔട്ട് ഓഫ് 2 ഓപ്ഷൻസ് ആൻഡ് എയ്തർ ഓഫ് ദി സിറ്റുവേഷൻ അനാലിസിസ് ഓർ പ്രിസൈസ് റൈറ്റിംഗ്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്റെ കാര്യമൊക്കെ രേവതി മിസ് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓൾറെഡി നമ്മുടെ വീഡിയോസ് നമ്മളുടെ ചാനലിലുണ്ട്. സോ SBI POയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോഴേ അതൊക്കെ എടുത്ത് കാണാം. ഇനി നോക്കിക്കേ, സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ്, സെക്ഷണൽ കട്ട് ഓഫ് ഇൻ മെയിൻസ് എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്തുണ്ട്? സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്, പ്രിലിംസിന് ഇല്ല എന്ന് പറഞ്ഞില്ലേ. നോക്കിക്കേ, ഈച്ച് കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു സ്കോർ എ മിനിമം സ്കോർ ഇൻ ഈച്ച് ടെസ്റ്റ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം SBIക്ക് നേരത്തെ ഒന്നും സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലായിരുന്നു, പ്രിലിംസിന് ഇല്ല സെക്ഷണൽ കട്ട് ഓഫ്. പക്ഷേ അവർ മെയിൻസിന് എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? സെക്ഷണൽ കട്ട് ഓഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. അതായത് ഇത് 1, 2, 3, 4 4 സബ്ജക്റ്റ്, ഈ 4 സബ്ജക്റ്റിനും മിനിമം സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് വേക്കൻസീസ് ആൻഡ് സെക്ഷണൽ കട്ട് ഓഫ് വിൽ ബി ഡിസൈഡഡ്. എത്ര വേക്കൻസി ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്ര സെക്ഷണൽ കട്ട് ഓഫ് വരും എന്ന് ബാങ്ക് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി മിനിമം അഗ്രിഗേറ്റ് ക്വാളിഫയിങ് സ്കോർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പം മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മുടെ മെയിൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. മിനിമം അഗ്രിഗേറ്റ് ക്വാളിഫയിങ് സ്കോർ എന്ന് പറയുന്നത് ബാങ്ക് ഡിസൈഡ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, മെയിൻസിന്റെ മാർക്കാണ്, പ്രിലിംസിന്റെ മാർക്ക് എടുക്കില്ല. പ്രിലിംസിന്റെ മാർക്ക് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ ആണ്, മെയിൻസിലേക്കുള്ള ഒരു എൻട്രി മാത്രമാണ്. ഇനി നമുക്ക് പെനാൽറ്റി ഉണ്ടോ, നെഗറ്റീവ് ഉണ്ടോ? നമുക്കറിയാം ബാങ്ക് എക്സാംസിന് 0.25 1/4 ആണ് നമ്മളുടെ നെഗറ്റീവ് മാർക്ക്. സോ കറക്കി കുത്താൻ പറ്റില്ല. കൃത്യമായി ആൻസർ അറിയുന്നത് മാത്രം എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഇനി ഇതിന് ശേഷം ഫേസ് 3 എന്താണെന്ന് നോക്കാം. മെയിൻസ് അവർ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് ആ ക്വാളിഫൈങ് മാർക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളെ കട്ട് ഓഫ് ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് 3 ഉണ്ടായിരിക്കും. ഫേസ് 3യിൽ നമുക്ക് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, ദെൻ ഗ്രൂപ്പ് എക്സസൈസ് ഉണ്ട് ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഗ്രൂപ്പ് എക്സസൈസിന് 20 മാർക്സും ഇന്റർവ്യൂവിന് 30 മാർക്സും, അങ്ങനെ ടോട്ടൽ 50 മാർക്കാണ്. അതിന് മുന്നേ നമുക്കൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ദി ബാങ്ക് വിൽ കണ്ടക്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് ഫോർ പേഴ്സണാലിറ്റി പ്രൊഫൈലിംഗ് ഓഫ് ദോസ് കാൻഡിഡേറ്റ്സ് ഹു വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദി ഫേസ് 3. അപ്പൊ അവർക്ക് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഗ്രൂപ്പ് എക്സസൈസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, മിനിമം ക്വാളിഫൈങ് മാർക്സ് എത്രയാണ് എന്നുള്ളത് ബാങ്കാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ സെലക്ഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മളുടെ ഫേസ് 2 ആൻഡ് ഫേസ് 3 റെസ്പെക്റ്റീവ്ലി. ഫേസ് 1 എടുക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പ്രിലിംസ് എന്ന് പറയുന്നത് മെയിൻസിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻസ്, അതായത് ഫേസ് 2. പിന്നെ അതിനുശേഷമുള്ള ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവിന്റെയും ഒക്കെ മാർക്ക് സൈക്കോമെട്രിക് ടെസ്റ്റിന്റെയും ഒക്കെ ബേസിസിലായിരിക്കും. ഫേസ് 2ന്റെയും 3യുടെയും ബേസിസിലായിരിക്കും നമ്മളുടെ ഫൈനൽ സെലക്ഷൻ വരിക. Okay, then the marks obtained in the mains examination both in objective test and descriptive. Objective മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. Will be added to the marks obtained in the phase 3. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈസ് നോർമലൈസ് ടു 100 മാർക്സ്. അതായത് നമ്മൾ ഫേസ് 2നും ഫേസ് 3ക്കും കിട്ടിയ മാർക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഫേസ് 2 നമ്മൾ പറഞ്ഞു 200-ലാണ് മാർക്ക്. അതിനുശേഷം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സെപ്പറേറ്റ് ഉണ്ട്, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൂടെ നോക്കിക്കേ, ഫേസ് 3 ആൻഡ് ഫേസ് 2നെ നോർമലൈസ്ഡ് സ്കോറിലേക്ക് മാറ്റും, 100ലേക്ക് മാറ്റും. ഓക്കെ, മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമിനേഷൻ 250, ഗ്രൂപ്പ് എക്സസൈസ് 50, നോർമലൈസ്ഡിലേക്ക് മാറ്റുമ്പോഴത്തേക്കിന് 75, 25, അങ്ങനെ ടോട്ടൽ 100. ഇത് ടോട്ടൽ 250, 50 ആണ്. അതായത് നമ്മളുടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവിനും കൂടെ കൂട്ടി 50. അതേപോലെ നമ്മുടെ മെയിൻസിന് വരുമ്പോഴത്തേക്കിന് ഇവിടെ 200-ഉം ഇവിടെ 200-ഉം അതിനുശേഷമുള്ള ഡിസ്ക്രിപ്റ്റീവ് 50-യും വരുമല്ലോ. അങ്ങനെ ടോട്ടൽ 250.
അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 250. പിന്നെ ഗ്രൂപ്പ് എക്സസൈസും 50, അത് ടോട്ടൽ 300 അതിനെ നോർമലൈസ് ചെയ്ത് എത്രയിലേക്ക് മാറ്റും, 100 മാറ്റിയിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ സ്കോർ വരിക. ഓക്കെ, ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് നമ്മളുടെ ഒരു SBI POയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാമിനേഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ നമ്മളുടെ ഏതൊക്കെ സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, കുറച്ച് കടമ്പകളുണ്ട് അല്ലെ SBI PO ആകാനായിട്ട്. Then the final merit list is arrived after aggregating out of 100 converts the marks of phase 2 and 3. നമ്മൾ പറഞ്ഞല്ലോ സെലക്ഷൻ വിൽ ബി മെയ്ഡ് ഫ്രം ദി ടോപ്പ് മെറിറ്റ് റാങ്ക്ഡ് കാൻഡിഡേറ്റ്സ് ഇൻ ഈച്ച് കാറ്റഗറി. അപ്പോൾ കാറ്റഗറി ബേസിസിലുള്ള വേക്കൻസീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ടോപ്പ് മാർക്ക് കിട്ടിയതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ഫൈനൽ റിസൾട്ട് വരിക. അപ്പോൾ അത്യാവശ്യം എന്താണ് SBI PO എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ നമ്മളെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിന് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കിട്ടുന്ന സാലറി വേണ്ട, ഇവിടെ നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് തന്നെ 48,480 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, 48,480 ആണ് നമ്മളുടെ SBI POയുടെ ബേസിക് പേ എന്ന് പറയുന്നത്. ഇത് ബേസിക് പേ ആണ്. പിന്നെ നമുക്ക് ഒരുപാട് അലവൻസസ് ഉണ്ട്, HRA, അതേപോലെ തന്നെ 100% മെഡിക്കൽ റീംബേഴ്സ്മെന്റ്, സ്പെക്ടക്കിൾ അലവൻസ്, ഫർണിച്ചർ അലവൻസ്, ന്യൂസ് പേപ്പർ, അതേപോലെ തന്നെ മൊബൈൽ പർച്ചേസ്, അങ്ങനെ കുറേ അലവൻസസ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് നമുക്കൊരു 80K അടുപ്പിച്ചൊക്കെ മന്ത്ലി ഇൻഹാൻസ് സാലറി നമുക്ക് കിട്ടും. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആനുവൽ CTC ഒരു മുംബൈ ഇതൊക്കെയാണ്, മുംബൈ സിറ്റി ഒക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 20.43 lakhs ആയിരിക്കും. സോ ഏറ്റവും ടോപ്പ് സാലറി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് SBI ആണ്. ഓക്കെ, ഇനി നമ്മുടെ ജോയിനിങ് ട്രെയിനിങ് ഒക്കെ, അതായത് നമ്മൾ പ്രൊബേഷണറി ഓഫീസറായിട്ടായിരിക്കും നമ്മൾ കയറുക. ആഫ്റ്റർ പ്രൊബേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്താകുക, അസിസ്റ്റന്റ് മാനേജർ ആകുക. ആ കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നോക്കിക്കേ, നമുക്ക് സെലക്ടഡ് ടു ദി ബേസിസ് ഓഫ് ദി ബാങ്കിങ് നോളജ് ത്രൂ ഓൺലൈൻ കോഴ്സ്, നമ്മുടെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നോക്കിക്കേ, അറ്റ് ദി ടൈം ഓഫ് ജോയിനിങ് വി ഹാവ് ടു എക്സിക്യൂട്ട് എ ബോണ്ട് ഫോർ എ വാല്യൂ ഓഫ് 2 lakhs. അപ്പം നമുക്ക് ഒരു ബോണ്ട് ഉണ്ടായിരിക്കും, 2 lakhs ആണ് ബോണ്ട് വാല്യൂ എന്ന് പറയുന്നത്. മിനിമം പീരീഡ് ഫോർ 3 years. നമ്മൾ എത്ര നാൾ അവിടെ ജോലി ചെയ്യണം, 3 years നമ്മൾ ജോലി ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അതിന് മുന്നേ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് കൊടുക്കേണ്ടി വരും. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഓൺ ജോയിനിങ് ദി സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഡെസിഗ്നേറ്റഡ് ആസ് പ്രൊബേഷണറി ഓഫീസർ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രൊബേഷണറി ഓഫീസർ ആയിട്ടായിരിക്കും കയറുക ഫോർ 2 years, 2 വർഷത്തേക്ക്. ദേ വിൽ ബി സബ്ജക്ട് ടു കണ്ടിന്യൂസ് അസസ്മെന്റ് ആസ് പെർ ബാങ്ക്സ് എക്സ്റ്റെൻഡ് പോളിസി. പ്രൊബേഷൻ പീരീഡിൽ നമ്മളെ എന്തായാലും അവർ ഉറപ്പായിട്ട് നമ്മളെ ചെക്ക് ചെയ്യും. And those candidates who qualify in the assessment as per the standards determined by the bank, അപ്പോൾ അതിന് നമ്മൾ ക്വാളിഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ബാങ്കിൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1 പോസ്റ്റിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, സ്ഥാനക്കയറ്റം ഉണ്ടായിരിക്കുക. ഏറ്റവും കൂടുതൽ കരിയർ ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്, നമ്മളുടെ SBI PO തന്നെയാണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ അച്ചീവേഴ്സ് ബാച്ചിലെ തന്നെ അച്ചീവേഴ്സ് അല്ല, മെയിൻസ് ബൂസ്റ്റർ ബാച്ചിലെ അശ്വിനി ഇപ്പോൾ SBI PO ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇന്റർവ്യൂ സെഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ നമ്മുടെ സൈലം ബാങ്കിങ്ങിൽ നിന്നും SBI PO ഉണ്ട്. സോ നമുക്കത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അശ്വിനിക്ക് 22 വയസ്സേ ഉള്ളൂ. സോ ഒരുപാട് ഉയരങ്ങളിലേക്ക് അശ്വിനിക്ക് എത്താൻ സാധിക്കും. നമ്മൾ ടൈമിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കരിയർ ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ SBI തന്നെയാണ്. ഓക്കെ, ഇനിയും പഠിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അത്യാവശ്യം നോട്ടിഫിക്കേഷനൊക്കെ വന്നു. ഇനി തുരു നോട്ടിഫിക്കേഷനാണ്. എല്ലാ എക്സാംസും ഇനി വരാനിരിക്കുകയാണ് അല്ലേ. നമുക്ക് കലണ്ടർ ഓൾറെഡി കിട്ടി. ഇനിയിപ്പോൾ ഉടനെ IBPS POയുടെ നോട്ടിഫിക്കേഷൻ വരും. വിത്തിൻ 1 week എന്തായാലും വരും. അപ്പോൾ ഇനി എക്സാം സീസണാണ്. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം നിങ്ങളിൽ ഈ കൂട്ടത്തിൽ ബിഗിനേഴ്സ് ഉണ്ടായിരിക്കും, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയാതെ ആശങ്കപ്പെട്ടിരിക്കുന്നവരുണ്ടായിരിക്കും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ഓൺലൈൻ ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 9-നാണ്. പക്ഷെ നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡെമോ ബാച്ച് ഉണ്ട്, ഫ്രീ ഡെമോ ബാച്ച്. അത് നമ്മൾ ജൂൺ 30-ന് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ഇവിടുന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ച് എല്ലാം കാണാൻ പറ്റും. ഈ ഫ്രീ ഡെമോ ബാച്ചും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 5 ദിവസം 30-ാം തീയതി തുടങ്ങി നമുക്ക് ഫ്രീ ഡെമോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണ് എന്നുള്ളത് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ബേസ് മുതൽ പഠിച്ച് തന്നെ, അപ്പോൾ SBI POയ്ക്ക് പഠിച്ചാൽ ഇത്ര സമയമല്ലേ ഉള്ളൂ, എനിക്കിനി അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ,
ഞാൻ ചോദിക്കട്ടെ, SBI മാത്രമാണോ ഉള്ളത്? SBI എന്തായാലും ഓഗസ്റ്റിലേക്കേ ഉള്ളൂ. നമുക്ക് നമ്മുടെ 100% കൊടുത്ത് പഠിക്കാം. അതിനുശേഷം വരുന്ന IBPS PO, IBPS ക്ലർക്ക്, അതിനുശേഷം വരുന്ന SBI PO, SBI ക്ലർക്ക്, ഇനി RBI അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത്, ഇത് കൂടാതെ FCI, LIC, ഇതെല്ലാം വരാനുള്ള എക്സാംസ് ആണ്. സോ ഇതിനെല്ലാം ഒരൊറ്റ സിലബസാണ്. നമ്മൾ SBI POയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ അതിന് താഴോട്ടുള്ള എല്ലാ എക്സാംസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഓൺലൈനായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ IBPS SBI ടാർഗറ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ്സസ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓരോ ദിവസം അതാത് ദിവസത്തെ ക്ലാസ്സസ് കണ്ട് മുന്നോട്ടേക്ക് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ വർഷം വരുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓൺലൈനാണ്. നമുക്ക് വേറെ ബാച്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് ഓൺലൈൻ ബാച്ചിന്റെ കാര്യമാണ് പറഞ്ഞേ. ഓൺലൈനിൽ തന്നെ നമുക്ക് വേറെ ബാച്ച് ഉണ്ട്. റാങ്കേഴ്സ് ബാച്ച്, RRB PO ആൻഡ് ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. RRB PO ആൻഡ് റാങ്കേഴ്സ് ബാച്ച്, അതിൽ ക്ലാസ്സസ് കുറച്ചായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് തൊട്ട് ക്ലാസ്സസ് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. കുറച്ച് ക്ലാസ്സസ് ആയിട്ടുണ്ട്. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ക്ലാസ്സസും ലൈവാണ്. പക്ഷേ ആ ലൈവ് ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് വാലിഡിറ്റി തീരുന്നത് വരെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ IBPS SBIയിലും അങ്ങനെ തന്നെയായിരിക്കും. ക്ലാസ്സസ് ഒന്നും റെക്കോർഡഡ് അല്ല തരുന്നത്, ലൈവ് റെക്കോർഡഡ് ആയിട്ട് കിടക്കുന്നതാണ്. സോ നിങ്ങൾക്ക് RRB ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇന്ന് തൊട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB PO ആൻഡ് ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇതൊക്കെ ഓൺലൈൻ ബാച്ചാണ്. ഇനി ഓഫ്ലൈൻ നമുക്ക് റെഗുലർ ബാച്ചും ഉണ്ട്, റിപ്പീറ്റേഴ്സ് ബാച്ചും ഉണ്ട്. റെഗുലർ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റേഴ്സ് ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്നുകിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. ഇനിയും ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഓൺലൈൻ തന്നെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ഉണ്ട്, ഓൺലൈൻ ആയിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഒക്കെ അറിയാം, പക്ഷെ പ്രാക്ടീസ് സ്പീഡിന്റെ കുറവുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് നമ്മുടെ ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം.